രാജ്യങ്ങളായ ജപ്പാൻ, ജർമ്മനി, പശ്ചിമ ജർമ്മനി, ദുബായ്, പശ്ചിമ ദുബായ്, ചൈന, പശ്ചിമ ചൈന, നെളിയാമ്പറമ്പ്, മണപ്പാട്ടിപ്പറമ്പ് എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി പ്രേക്ഷകരുടെ മുക്തകണ്ഠം പ്രശംസ ഏറ്റുവാങ്ങി അന്താരാഷ്ട്ര നാടക മത്സരത്തിലേക്ക് നോമിനേഷൻ നേടിയ ശ്രദ്ധേയമായ നാടകം മൃച്ഛകടികം രണ്ടാം ദിവസം. ഒരു വാക്ക് അഭിശപ്ത സ്മരണകളുടെ ഭൂമികയിൽ നിന്നും, നിലയ്ക്കാത്ത രോദനങ്ങളുടെ കണ്ണീർ തെളിമയിൽ നിന്നും, സാന്ത്വനത്തിൻ്റെ നിലാവട്ടം പോലെ, സ്നേഹഗീതത്തിൻ്റെ ഈരടികൾ പോലെ, പ്രണയമായി പെയ്തിറങ്ങുന്ന മഞ്ഞുതുള്ളി പോലെ, നന്മയുടെ സർഗാത്മകതയുടെ തെളിനീർ സ്പർശം അകത്താളുകളിൽ ഹൃദയം കൊണ്ട് രേഖപ്പെടുത്തി എറണാകുളം അഭിഭാഷക നാടകവേദി 22ാമത് നാടകവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. മൃച്ഛകടികം രണ്ടാം ദിവസം. നാടകത്തെക്കുറിച്ചൊരു വാക്ക്. സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ, പ്രണയത്തിൻ്റെ, വിരഹത്തിൻ്റെ, വിചാരവികാരങ്ങളുടെ മൂല്യശോഷണം സംഭവിച്ചു കഴിഞ്ഞ ഈ നൂറ്റാണ്ടിൽ ചില ഓർമ്മപ്പെടുത്തലുകളുടെ പുത്തൻ അനുഭവമാണ് ഈ നാടകം നൽകുന്നത്. ഇതിലെ കഥയിലും കഥാപാത്രങ്ങളിലും ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ഇനി ജനിക്കാനുള്ളവരുമായോ യാതൊരു സാമ്യവും ഇല്ലാത്തതാണ്. എന്തെങ്കിലും സാദൃശ്യം തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഞങ്ങൾ അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു. മൃച്ഛകടികം രണ്ടാം ദിവസം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. നിങ്ങൾ അനുഭവിച്ചാൽ രാജാതിരാജൻ, രാജകുലോത്തുങ്കൻ, അതിലോല ലോലൻ, മഹാഭോഗൻ, വേടൻ, മണകുണാഞ്ചൻ, രോമവാദ മഹാരാജാവ് എഴുന്നള്ളുന്നേ. ഓ ഹോയ്. வசந்தமுல்லை போல வந்து ஆடிடும் வெண்புறன், வசந்தமுல்லை போல வந்து ആടിടും വെൺപുറൻ. എന്ത് തെറ്റിദ്ധരിക്കല്ലേ മഹാരാജൻ, ഇത് തമിഴിലെ ഒരു പാട്ടാ. എടോ പട പിടിക്കടോ. മന്ത്രി പൊങ്കവാ. എന്തുവാ? ഇങ്ങുവാ. നീ ഇന്നലെ രാത്രി കൊട്ടാരം നർത്തകി വസന്തയുടെ വീട്ടിൽ വഴിതെറ്റി കയറിയെന്ന് കേട്ടല്ലോ, ശരിയാണോ? അയ്യോ, വഴിതെറ്റി കയറിയതല്ല, അവളെ ഒന്ന് വഴിതെറ്റിക്കാൻ കയറിയതാ. എന്നിട്ട് എന്തായി? ഒന്നും പറയണ്ട. രാത്രി 1 മണി മുതൽ പകൽ 6 മണി വരെ അവളുടെ വീട്ടില് വാതിലിൽ മുട്ടിക്കൊണ്ടിരുന്നു. അവള് തുറന്നില്ല. വൃത്തികെട്ടവനെ. അപ്പൊ നീയായിരുന്നു രാത്രി മുഴുവനും വാതിൽ മുട്ടിയത്? ബാക്കിയുള്ളവൻ പേടിച്ച് പറച്ച് കട്ടിലടിയിലാണ് കിടന്നുറങ്ങിയത്. അതെല്ലാം പോട്ടെ. അടുത്ത ഫെബ്രുവരിയിലാണ് എൻ്റെ പിറന്നാള്. ഒരു രാജാവ് പറയുന്ന കേട്ടില്ലേ, ഫെബ്രുവരി എന്ന്? എന്റെ മഹാരാജാവേ, അടുത്ത മാർച്ചിലല്ലേ അങ്ങയുടെ പിറന്നാള്? അങ്ങനെ നമുക്ക് 60 വയസ്സ് പൂർത്തിയായി. അപ്പോൾ ഷഷ്ടി പൂർത്തിയായി. എനിക്ക് കൊണ്ടുവരൂ, നോമം ഇട്ട് നോക്കട്ടെ. എന്തോന്ന്? എന്തൊക്കെയോ പൂർത്തിയായെന്ന് പറയുന്നത് കേട്ടു. അതല്ല മഹാരാജൻ, 60 വയസ്സായെന്നാ പറഞ്ഞത്. ഷഷ്ടിപുത്രി. ഇതാ നോക്കൂ മന്ത്രി, ഉദ്യാനത്തിലൂടെ നമ്മുടെ രാജകുമാരി ഉലാത്തുന്നത് കണ്ടു. സുന്ദരി ആയിരിക്കുന്നു അല്ലേ? അല്ല, മന്ത്രി അഭിപ്രായമൊന്നും പറഞ്ഞില്ല. വല്ലവന്റെയും പറമ്പിലെ പുല്ല് കണ്ടിട്ട് മന്ത്രി പശുവിനെ വളർത്തിയിട്ട് എന്താ കാര്യം?